മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ ആവലാതി പിടിച്ച ടെൻഷൻ അടിക്കുന്ന സമയങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങളിൽ ഭൂരിപക്ഷം പേരും എന്നെ കണ്ടപ്പോൾ തന്നെ, എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ചിന്തിച്ചാണ് ഇതിനെ എവിടുന്ന് പിടിച്ചോട്ട്. അച്ഛൻ നല്ല വാക്കുകൾ കൊണ്ട് എന്നെ സ്വാഗതം പറഞ്ഞുവെങ്കിലും എനിക്ക് എന്നോട് തന്നെ പലപ്പോഴും മതിപ്പ് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും ക്ഷണിച്ച ആളുകളോട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ഞാൻ തന്നെ വരണമോ? ആരാ എന്നെ റെക്കമെൻഡ് ചെയ്തേ? അതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ശബ്ദ സൗകുമാര്യമുള്ള ഒരു സംഗീതജ്ഞനല്ല ഞാൻ, ഭാഷാ പണ്ഡിതനായ ഒരു മനുഷ്യനല്ല ഞാൻ. മലങ്കര സഭയിലെ ഒരു കോണിൽ കിടക്കുന്ന, കാണാൻ പോലും അത്ര വലിയ മെനയില്ലാത്ത ഒരച്ഛൻ. അതെനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് നിങ്ങളെ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ കിഡ്നി കൊടുത്തു എന്നുള്ള ഒരു ഭാഗം മാത്രമായിരിക്കാം ചിലപ്പോൾ എന്നെക്കുറിച്ച് പറയാം. അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, കിഡ്നി ഇല്ലാത്ത അച്ഛനായതുകൊണ്ട് നിങ്ങൾ എന്നെ ജീവനോടെ തിരിച്ച് നാട്ടിലോട്ട് അയക്കണം. ഞാൻ എല്ലായിടത്തും അതുകൊണ്ട് പറയാറുണ്ട്. ഒരിടത്ത് ഒരച്ഛനെ കൺവെൻഷൻ വിളിച്ചു. അച്ഛൻ കൺവെൻഷൻ സമയത്ത് നിർത്തിയില്ല. ആളുകളൊക്കെ അസ്വസ്ഥരായി, പക്ഷെ അച്ഛൻ പ്രസംഗം നിർത്തുന്നില്ല. വികാരിയച്ഛനിരുന്ന് വെട്ടി വേർക്കാൻ തുടങ്ങി. അപ്പം നോക്കിയപ്പം ഏറ്റവും പുറകിലത്തെ റോയിലിരിക്കുന്ന ഒരു മനുഷ്യൻ നടുവിലത്തെ കാർപ്പറ്റിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു തോക്കെടുത്തു. ഇത് കണ്ടപ്പോൾ പ്രസംഗിച്ച ആൾക്ക് പന്തികേട് തോന്നി. അദ്ദേഹം പെട്ടെന്ന് പ്രസംഗമൊക്കെ അവസാനിപ്പിക്കാൻ പോയപ്പം തോക്ക് പിടിച്ച ആൾ പറഞ്ഞു, അച്ഛൻ നിർത്തുമൊന്നും വേണ്ട, അച്ഛൻ പ്രസംഗിച്ചു. അച്ഛനെയല്ല, അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചവനെ വെടിവെക്കാനാണ്. അതുകൊണ്ട് കുവൈറ്റ് മഹാ ഇടവക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വെടിവെക്കുന്ന എനിക്ക് നേരെ വെക്കരുത്, എന്നെ വിളിച്ചവരെ കണ്ടെത്തി വേണം. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. എന്നോട് ആമുഖത്തിൽ പറഞ്ഞിരുന്നു സമയത്ത് തീർക്കണം. ഞാൻ നിർബന്ധമായും നിങ്ങളെ സമയത്ത് വീട്ടിൽ വിടാം. 7:58 എനിക്ക് തോന്നുന്നു. അച്ഛൻ എനിക്ക് 8:40 വരെ സമയം തന്നിട്ടുണ്ട്, അതെടുക്കാമല്ലോ. ആ സമയത്തിനുള്ളിൽ ഇന്ന് ആദ്യത്തെ ദിവസം എല്ലാവർക്കും വേദപുസ്തകത്തിൽ അറിയാവുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ഏതാ? 23-ാം സങ്കീർത്തനം. അതറിയാത്തവൻ ഓർത്തഡോക്സുകാരനാണെന്ന് പറയരുത്, ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യം അഭ്യസിപ്പിക്കുന്ന സങ്കീർത്തനം ഏതാ? എല്ലാവർക്കും അറിയാവോ? 23-ാം സങ്കീർത്തനം എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണോ? ചെറുതാണ് എങ്കിൽ 117 പഠിപ്പിക്കേണ്ടി അല്ലേ? എന്നാൽ നമ്മുടെ പിതാക്കന്മാര് ബുദ്ധിയുള്ളവരായതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരാദ്യം പറയിപ്പിച്ചു, യഹോവ എൻ്റെ ഇടയൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജീവിതത്തിലെ ഒരു കുഞ്ഞ്, അവന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വേദപുസ്തകനെ പഠിപ്പിക്കുന്നത് യഹോവ എൻ്റെ ഇടയൻ എന്നുള്ളതാ. വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലി പലതൊക്കെ പറയാറുണ്ട്, മുട്ടുണ്ടാകത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഇന്ന് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ കുറിവാക്യം. 23-ാം സങ്കീർത്തനം 2-ാം വാക്യം, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഞാനിത് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് പാമ്പാടി തയ്യാറായില്ല. അവരെനിക്കൊരു വിഷയമായിട്ട് ആ വർഷം തന്നത് അനുരഞ്ജനം അവനവനോട് തന്നെ എന്ന ഒരു വിഷയമാണ്. അന്ന് ഞാൻ ആകുന്ന ചിന്തിച്ചു, എന്ത് പ്രസംഗിക്കും? ഒരു മനുഷ്യൻ അവനവനോട് തന്നെ നിരപ്പാകാൻ ഉള്ള ഒരു വേദഭാഗം ഏതാ? അപ്പോഴാണ് എനിക്ക് അവിചാരിതമായിട്ട് ഈ വേദഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്തായിരിക്കാം 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് ഉദ്ദേശിച്ചത്? അവൻ തൻ്റെ ആടുകളെ പച്ചയായ പുൽത്തകടികളിലേക്ക് നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ അവൻ ആടുകളെ നിർത്തുകയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇന്ന് ആദ്യത്തെ ധ്യാന വിഷയം. ഇന്ന് ഈ പച്ചയായ പുൽപ്പുറത്തകടിയിൽ സ്വസ്ഥതയുള്ള, അനക്കമുള്ള വെള്ളമല്ല, ഒഴുക്കമുള്ള വെള്ളമല്ല, കലങ്ങി മറിഞ്ഞ വെള്ളമല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത് യഹോവ എന്ന ഇടയൻ നമ്മെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ കാരണമാണ് ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാകേണ്ടതിനും മറന്നു പോകരുതാത്തതുകൊണ്ട് നാളെ നിങ്ങൾ തന്നെ വരണമെന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്യങ്ങളെയൊക്കെ വളരെ ചെറുതാക്കിയേ പറയത്തുള്ളൂ. ഇംഗ്ലീഷിൽ പറയാനുള്ള പ്രാവീണ്യമൊന്നും അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പനമ്മമാരോട് ചോദിച്ചു പഠിച്ചോണം. ഒരിക്കൽ ഒരു വലിയ സദസ്സിൽ, ഇതുപോലെയുള്ള ഒരു ഗ്യാതറിങ്ങിൽ, സംഗീതം അറിയാവുന്ന ഒരു മനുഷ്യൻ ഓർഗന്റെ പിൻബലത്തിൽ 23-ാം സങ്കീർത്തനം ഈണത്തിൽ വായിച്ചു. ഞാൻ ഇച്ചിരി മാറി പോകുന്നുണ്ടല്ലേ. 23-ാം സങ്കീർത്തനം ഈണത്തിൽ വായിച്ചത് കേട്ടിട്ട് ജനമെല്ലാം കൈയടിച്ചു. സംഗീതജ്ഞന് വളരെ സന്തോഷമായി. അതിനുശേഷം വൃദ്ധനായ ഒരു സന്യാസ പുരോഹിതൻ എഴുന്നേറ്റ് പതുക്കെ വന്ന് ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം 23-ാം സങ്കീർത്തനം ചൊല്ലി. ആളുകളെല്ലാം
വളരെ നിശബ്ദമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചീഫ് ഗസ്റ്റ് പറഞ്ഞു, ഒന്നാമത്തെ ഗായകന് സംഗീതമറിയാം, രണ്ടാമത്തെ വൃദ്ധ പുരോഹിതന് 23-ാം സങ്കീർത്തനം അവതരിപ്പിക്കുന്ന ഇടയനെ കുറിച്ചും അറിയാം. നമ്മൾ ചൊല്ലിയത് കൊണ്ടായില്ല, ഇടയനെ കണ്ടെത്താനും ഇടയന്റെ കൂടെയുള്ള നടപ്പിലും ഇടയൻ കൊണ്ടെത്തിക്കുന്ന ഇടങ്ങളിലും നമ്മൾ എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മളെല്ലാവർക്കും അറിയാവുന്നൊരു പദമാണ് നാസിസം. നാസിസത്തെ കുറിച്ച് പി ജെ ജോ ഫ്ലോ അങ്ങ് പോകുന്ന ഒരു കാര്യമാണ്. എന്നാലും എന്നോട് ഞാൻ 1 വർഷം പ്രസംഗത്തിന് പോകാതിരുന്നു. കാരണം എനിക്ക് തന്നെ ഒരു പ്രസംഗ തൊഴിലാളിയായിട്ട് തോന്നി. അപ്പം നാട്ടിലൊക്കെ യൂട്യൂബിൽ 2 വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരൊക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രസംഗ തൊഴിലാളിയായിട്ട് അങ്ങനെ ഞാൻ 1 വർഷം പ്രസംഗിക്കാതിരുന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോയത് കണ്ടനാട് ഭദ്രാസനത്തിന് അടുത്തുള്ളൊരു പള്ളിയിലാണ്. ഞാൻ പ്രസംഗിച്ചു, സന്തോഷമായിട്ട് പ്രസംഗിച്ചു. ഒരു വല്യച്ഛനും കൂടി ഉണ്ടായിരുന്നു. കഴിക്കാൻ വന്ന് ഞങ്ങൾ ഇരുന്ന ഉടനെ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ ചപ്പാത്തി എടുത്ത് വായിലോട്ട് ഇങ്ങനെ വെക്കാൻ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ ശബ്ദം വളരെ അരോചകമാണ്. അതിപ്പിന്നെ എനിക്ക് മൈക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ മാറി പോകുന്നത്. ക്ഷമിക്കണം, കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചെവി. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ഉറങ്ങുകയും കൂടെ ചെയ്യരുതെന്നുള്ള. പോകട്ടെ. 23-ാം സങ്കീർത്തനത്തിലെ ഇടയൻ നിശ്ചലമായ ജലത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യ കാരണം പഠിക്കുന്നതിന് മുമ്പ് നാസിസത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. അതിന് ആ ടേം ഉത്ഭവിക്കുന്നതിന് ഒരു എപ്പിക്ക് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു നോവലിസ്റ്റ്, ഒരു പോയറ്റ്, അദ്ദേഹം ഒരു കഥാപാത്രത്തെ, നാർസിസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സുന്ദരനായ, വളരെ കോമളരൂപിയായ ഒരു ചെറുപ്പക്കാരൻ. അവൻ വിരസത അനുഭവിക്കുമ്പം അവൻ്റെ തോട്ടത്തിലുള്ള ഒരു കുളത്തിൻ്റെ, വളരെ നിശ്ചലമായ വെള്ളമുള്ള, തെളിഞ്ഞ വെള്ളമുള്ള ഒരു തോട്ടത്തിൻ്റെ അരികിലുള്ള കുളത്തിനരികിൽ പോയിരിക്കും. എല്ലാ ദിവസവും ആ വെള്ളത്തിലേക്ക് നോക്കുന്ന അവൻ കാണുന്നത് തൻ്റെ സുന്ദരമായ പ്രതിബിംബമാണ്. അങ്ങനെ ഇതിനോടൊരു ആത്മരതി തോന്നിയിട്ട്, ആത്മാരാധന തോന്നിയിട്ട് ആ കുളത്തിലെടുത്ത് ചാടിയെന്നാണ് പറയുന്നത്. ആത്മരതി തോന്നുന്ന, സെൽഫിഷ്നെസ് കൂടുന്ന മനുഷ്യരെക്കുറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ് നാസിസം എന്ന് പറയും. എന്നാൽ ഇന്ന് 23-ാം സങ്കീർത്തനത്തിലെ ഇടയൻ നമ്മളെ ഈ നിശ്ചലമായ ജലത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നാം ആ ജലത്തിലേക്ക് നോക്കണം. ഇടയനോടൊപ്പം ഇരുന്ന് ആ തെളിഞ്ഞ പ്രതലത്തിലേക്ക് നോക്കി എന്ത് ചെയ്യണം? ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എന്നെ തന്നെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കും. ഇന്ന് എന്നെ കാണാൻ പാഴ്സണലിൽ ഒരാൾ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഏതച്ഛൻ വന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, ജോഷുവാച്ചൻ വന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, കാതോലിക്ക വന്നിട്ടും കാര്യമില്ല. ഉണ്ടോ? മറ്റൊരാൾക്ക് എന്നെ തിരുത്താൻ കഴിയുമെന്നത് അബദ്ധ വിചാരമാണ്. എന്നെ തിരുത്താൻ കഴിയുന്ന ഏക വ്യക്തി ആരാ? അതിലേക്ക് വിരൽ ചൂണ്ടാൻ മാത്രമേ മറ്റെല്ലാവർക്കും സാധിക്കത്തുള്ളൂ. ഞാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് ഒരു തിരുത്ത് സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ ദൈവസന്നിധിയിൽ നിശ്ചലമായ ജലത്തിൻ്റെ അരികെ ഈ വേദപുസ്തകത്തെ ധ്യാനിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നയിച്ച ശാന്തമായ ജലത്തിൻ്റെ അരികിലേക്ക് വന്ന് ഒന്ന് നോക്കിയാട്ടെ. ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളെ കണ്ടെത്താം. അതുകൊണ്ടാണ് സ്വർഗത്തിലെ മാലാഖമാരെ കാണുന്നതിലും വലുതാണ് ഒരുവൻ അവനവനെ തന്നെ കണ്ടെത്തുന്നതെന്ന് പിതാക്കന്മാർ പറയാറുണ്ട്. നമ്മളെ തന്നെ കണ്ടെത്തി ജീവിതത്തിൽ തിരുത്തേണ്ടുന്ന 3 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് 8:40 തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. 1, ഈ നിശ്ചലമായ ജലത്തിൻ്റെ അരികെ നിന്നിട്ട് ആദ്യം പറയണം, ഞാൻ മരിക്കുന്നു. കുവൈറ്റുകാരെന്നെ നോക്കിയിട്ട് പറയും, ഈ കൊതുക് പോലെ ഇരിക്കുന്ന സാധനം വന്നിട്ട് ആദ്യമേ അശുഭകരമായ കാര്യമാണ് അല്ലേ? ആദ്യം ഒരു വിശ്വാസി ദൈവസന്നിധി പറയേണ്ടുന്ന വാചകമാണ്, ഞാൻ മരിക്കുന്നു. പണ്ടത്തെ ദേവാലയങ്ങൾ, നാട്ടിലുള്ള പുരാതന ദേവാലയങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ കാണാം, എപ്പോഴും അതിൻ്റെ മദ്ബഹ വളരെ ഉയരത്തിലായിരിക്കും. പുരാതന ദേവാലയങ്ങളിലൊക്കെ ചെന്ന അച്ഛന്മാരിൽ നിന്നാൽ പോലും നമസ്കാരമേശ നെഞ്ചിന് പൊക്കത്തിലായിരിക്കും അവസാനത്തെ പടി. വലിയ ആർച്ചൊക്കെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കാം? മനുഷ്യൻ നിസ്സാരനാണെന്ന് ആദ്യം അവന് ബോധ്യപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് നമസ്കാരമേശ. എൻ്റേതല്ല എന്ന് പറയുന്ന ഇടം. അങ്ങനെയെങ്കിൽ ആദ്യം ദൈവസന്നിധി വന്നിട്ട് നിങ്ങൾ ചങ്കയെ തൊട്ടിട്ട് പറയണം, ഞാൻ മരിക്കാമപ്പാ. എന്താണ് ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതിന് പിശാച് ഉപയോഗിക്കുന്ന ആദ്യത്തെ തന്ത്രം അവനവന്റെ അഹംബോധത്തെ വളർത്തുക എന്നുള്ളതാണ്. അഹംബോധത്തിൽ വേരൂന്നുന്ന, സ്വാർത്ഥത വളരെ വിപുലമാകുന്ന മനുഷ്യരാണ് ദൈവത്തിൽ നിന്ന് ആദ്യമായി അകന്നു പോകുന്ന മനുഷ്യർ. അതുകൊണ്ട് ആദ്യം നമുക്ക് പറയാൻ സാധിക്കണം, ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിൽ നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ മരിക്കുന്നു. എൻ്റെ അഹംബോധത്തെ ഒരു കത്തിയെടുത്ത് ഞാൻ ഇന്ന് കുത്തിക്കൊല്ലാൻ പോകുകയാണ്.
അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു കഥാപാത്രമുണ്ട്. മറ്റാരുമല്ല, പത്രോസ് അപ്പോസ്തലനാണ്. ജീവിതത്തിൽ യേശുക്രിസ്തു വിളിച്ച നാൾ തൊട്ട് വളരെ തീവ്രതയോടുകൂടി നിന്ന ഒരു ശിഷ്യന്റെ പേരാണ് ശീമോൻ പത്രോസ്. അതുകൊണ്ടാണ് കർത്താവ് മനസ്സ് വിചാരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നിർവഹിച്ച ശിഷ്യനാണ്. ഒരിക്കൽ കർത്താവ് കൂടെ നടന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആദ്യ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നുവെന്ന്. അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ യിരെമ്യാവെന്ന് പറയുന്നു, ചിലർ ദീർഘദർശിമാരിൽ ഒരുവനെന്ന് പറയുന്നു. അങ്ങനെ പല വാദങ്ങളുണ്ട്. ഓക്കെ, അടുത്തത് ചോദിക്കുന്ന ചോദ്യം ശിഷ്യസങ്കോടത്തോടാ, എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നമ്മളാണെങ്കിൽ കർത്താവിനെ ഒന്ന് സുഖിപ്പിച്ച് കുപ്പിയിലിറക്കിയേനെ അല്ലേ? അതുകൊണ്ടാണ് കൊല്ലം ഭദ്രാസനത്തിന്റെ കാലം ചെയ്ത എപ്പിഫാന്യൂസ് തിരുമേനി ഒരു രസകരമായ കഥ പറയും. തിരുമേനി ഒരിക്കൽ അരമനയിൽ ഇങ്ങനെ ഇരിക്കുക, കാലൊരു കസേര കയറ്റി വെച്ച് ഇരിക്കുക. ഒരച്ഛൻ കാണാൻ വന്നു. നോക്കിയപ്പോൾ തിരുമേനിയുടെ കാല് മുഴുവൻ നീരാ. അപ്പൊ തിരുമേനി ചോദിച്ചു, തിരുമേനിയുടെ അച്ഛൻ ചോദിച്ചു, അച്ഛാ തിരുമേനി ഇതെന്തോ പറ്റി, കാലയിൽ എപ്പടി നീരാണല്ലോ? തിരുമേനി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഒന്നും പറയണ്ടച്ചാ, ഒന്ന് രണ്ട് സ്വീകരണങ്ങളെ സംബന്ധിച്ചതാ. എല്ലാ അവന്മാരും കൂടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ പാദങ്ങളിൽ അപ്പടി നീരാ. നമ്മൾ മനുഷ്യരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ദൈവത്തോട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പത്രോസ് അപ്പോസ്തലൻ 12 ശിഷ്യന്മാരിൽ തലവൻ എന്ന് സ്വയം നടിച്ചിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയ. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? പത്രോസേ, ജഡരക്തങ്ങളല്ല ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്, സ്വർഗീയ വെളിപാട് മൂലമാണ്. അന്ന് തൊട്ട് പിന്നെ പത്രോസ് നിലത്തും താഴെയൊന്നുമല്ലായിരുന്നു. കാരണം പത്രോസ് 11 പേരോടും പറഞ്ഞു, ഇനി നീയൊക്കെ എൻ്റെ പുറകിൽ നിന്ന് ശുഭോ ചൊല്ലിയാൽ മതി, കാരണം ഞാനാണ് ദൈവിക മർമ്മം വെളിപ്പെടുത്തിയ സ്വർഗീയ വെളിപാടുകളുടെ കാവൽക്കാരൻ. പിന്നെ പത്രോസ് നടന്നൊക്കെ ചങ്ക് വിരിച്ച. പക്ഷേ ഈ അഹംബോധത്തിൽ വേരുന്ന ഈ പത്രോസിന്റെ ജീവിതത്തെ ദൈവം തകിടം മറിക്കുന്നിടത്താണ് പത്രോസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന് ഒരു മാതൃകയായി ഭവിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ യേശുക്രിസ്തു നേരിടുന്നതൊക്കെ പത്രോസിന് വീഴ്ച വരുന്നുണ്ട്. യേശുക്രിസ്തുവിനെ 3 ആവർത്തി തള്ളിപ്പറയുന്നു. ഇടറുകയില്ല എന്ന് പറഞ്ഞവൻ 3 ആവർത്തി തള്ളിപ്പറയുന്ന അനുഭവമൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് വേദപുസ്തകത്തിൽ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു വേദഭാഗം, പത്രോസ് അപ്പോസ്തലനോട് ഏറ്റവും നമുക്ക് ആർദ്രതയും അനുകമ്പയും സ്നേഹവും തോന്നുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായം. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, യേശുവിന്റെ മരണത്തിനപ്പുറം പ്രതീക്ഷയും പ്രത്യാശയും ആർക്ക് പോയി? ശിഷ്യന്മാർക്ക് പോയി. അവർ ഭയന്നിരുന്നു എന്നാ പറയുന്നു. അവിടെ പത്രോസ് പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ ഇരുന്ന പട്ടിണി ഇരുന്ന് ചാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ പഴയ തൊഴിലിലേക്ക് കടക്കാൻ പോവുകയാണ്. പഴയ തൊഴിൽ എന്താ? വലയെടുത്ത് മീൻ പിടിക്കാൻ പോകണം. കൂടെയുള്ള ശിഷ്യന്മാരോട് ചോദിച്ചു, പട്ടിണി കിടക്കുന്നോ അതോ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരുന്നു? കുറച്ചു പേര് കൈപൊക്കിയെന്ന് വേദപുസ്തകത്തിൽ അവിടെ പേര് പറയുന്നു. ഇവരെല്ലാം കൂടെ പോയി രാവെളുക്കുവോളം വലവീശി എന്നാ പറയുന്നത്. പക്ഷെ യോഹന്നാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും, ഞാനൊരു കോട്ടയംകാരനാ, നമ്മൾ കോട്ടയംകാരുടെ ഭാഷ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും, കോട്ടയംകാരില്ലേ ഇവിടെ, ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? കടലറിയാവുന്ന, കരയറിയാവുന്ന, കാറ്റിന്റെ ഗതി അറിയാവുന്ന, മീനിന്റെ ഗതി അറിയാവുന്ന ശീമോൻ പത്രോസും തന്റെ കൂടെയുള്ള PhD നേടിയ എല്ലാ മുക്കുവന്മാരും രാവെളുക്കോളം അധ്വാനിച്ചു. അവിടെ മീനില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അവരുടെ അധ്വാനം വിഫലമായി പരാജിതരായി പത്രോസ് നിൽക്കുന്ന ഒരു രംഗം യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. വേദപുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കണം. നിരാശപ്പെട്ട് നിൽക്കുന്നിടത്ത് നാം വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു തമ്പുരാൻ കടൽക്കരയിൽ വന്നു നിന്നു. കടൽ തീരത്ത് വന്നു നിന്ന് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിളിച്ചു. ദൂരെ നിന്ന് ആദ്യം യേശുവാണെന്ന് മനസ്സിലായില്ല. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പടകിന്റെ വലതുവശത്തേക്ക് വലയെറിവീൻ. എത്ര മീനെ കിട്ടിയെന്നാ പറഞ്ഞേ? ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് ചോദ്യമൊന്നും ചോദിക്കരുത് അല്ലേ? എന്നോട് ഒരാൾ ഒരു താക്കീത് പറഞ്ഞു. എൻ്റെ ഒരു കുഞ്ഞാട് ഇവിടെയുണ്ട്. ഒരു താക്കീത് പറഞ്ഞു വെച്ചാൽ, നാട്ടിലെ പോലെയുള്ള കുവൈറ്റുകാർ മുഴുവൻ വേദപുസ്തകം അരച്ച് കലക്കി കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യമൊക്കെ ചോദിക്കും. എത്ര മീനെ കിട്ടി? വെരി ഗുഡ്. ഒരെണ്ണം കൂടിയുണ്ട്, 153. എന്നാൽ അതുവരെ എത്തി. 183 വലിയ മത്സ്യം അവരുടെ വലയിൽ കയറി. പക്ഷേ അവരാദ്യം അധ്വാനിച്ചിട്ട് എന്തായിപ്പോയി? യേശുക്രിസ്തുവില്ലാത്ത, യേശുവിനെ വിട്ടിട്ടുള്ള ഏത് അധ്വാനങ്ങളും എത്ര വലിയ ശക്തിമാനാണെങ്കിലും
രാവെളുക്കുവോളം അധ്വാനിച്ചാലും നിഷ്ഫലമാകുമെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞ് പടകിൻ്റെ വരമ്പത്ത് നിൽക്കുമ്പം യേശു കണ്ണിച്ചോരയില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? വേദപുസ്തകം കൃത്യമായിട്ട് പഠിച്ച യേശുവിനോട് കലഹിക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശു തമ്പുരാൻ കണ്ണിച്ചോരയില്ലാതെ ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതും? നമ്മളാണ് എന്തോ ചെയ്തേനെ, അപ്പോൾ വിസ കയറി കർത്താവിനെ തിരിച്ചയച്ചേനെ. ഞാൻ അത്രയും ധൈര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു ചോദിച്ചു, വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? വിഫലമായ ശ്രമങ്ങൾക്കൊടുവിൽ കൈമലർത്തി ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വലതുവശത്തേക്ക് വീശും. അവർ വീശി 183 വലിയ, എന്നിട്ടും അവർ വല കീറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് തിരിച്ചറിവുണ്ടായി, ഇതെന്റെ കർത്താവാ. അവൻ നഗ്നനായിരുന്നത് കൊണ്ട് ദൈവം ധരിപ്പിക്കുന്നതായ പുതുവസ്ത്രമണിഞ്ഞ്, അല്ലെങ്കിൽ വീണ്ടും ദൈവം ധരിപ്പിച്ച വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞവൻ വീണ്ടും അത് ധരിച്ച് യേശു ക്രിസ്തുവിലേക്ക് ഓടി വരിക. അവിടെയാണ് മനോഹരമായ രംഗം, വളരെ വളരെ ഫലഭൂഷ്ടമായ രംഗം വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു തീക്കനൽ അവിടെ കൂട്ടിയെന്നാ പറയുന്നു, അല്ലേ? ഒരു തീക്കനൽ കൂട്ടി, അപ്പവും ഒരുക്കി, നിങ്ങൾ പിടിച്ച മത്സ്യത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന ഒരു കർത്താവിനെ കാണുകയാണ്. ഈ തീക്കനലിൻ്റെ അരികെ പത്രോസിനെ വിളിച്ചിട്ട് നമ്മുടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അഹംബോധത്തിലൂന്നി, നമ്മുടെ സ്വാർത്ഥതയിൽ വേരൂന്നി നമ്മൾ എപ്പോഴൊക്കെയോ ദൈവത്തെ വിട്ടകലുമ്പം ഓർക്കരുത്, ദൈവം കണ്ടില്ല എന്നാരും ഓർക്കരുത്. പക്ഷെ ഓർത്തോണം, സ്വന്തം ശക്തി ക്ഷയിക്കും, സ്വന്തം ആരോഗ്യ ക്ഷയിക്കും, സമ്പത്തിന് മാറ്റമുണ്ടാകും, സൗന്ദര്യത്തിന് മാറ്റമുണ്ടാകും, മനുഷ്യനായി നിന്ന് നേടിയതിനൊക്കെ എന്തുണ്ടാകും? മാറ്റമുണ്ടാകും. പക്ഷെ ദൈവത്തെ വിട്ടിട്ടുള്ള പിന്നീടുള്ള പരിശ്രമങ്ങൾ വിഫലമായി പോകുകയേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളും കഷ്ടതകളും ഉണ്ടാകും. എനിക്ക് വലിയ സന്തോഷം തോന്നി, കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പാട്ടിയത്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പാടണം കേട്ടോ. പാടുമ്പോൾ ഒരു കുഴപ്പവും കൂടിയുണ്ട്, ചിലപ്പോൾ നാളെ എന്തുണ്ടാവും? ജീവിതത്തിൽ പരിശോധനകളുണ്ടാകും. പക്ഷെ പരിശോധനകളുണ്ടാകുമ്പം അടുത്ത വരി ഓർത്തോണം, ദൈവം എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഒരു തീക്കനൽ, ഒരുപക്ഷെ രോഗമായിരിക്കാം, സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം, ഉറ്റവരുടെ വേർപാടായിരിക്കാം, നമ്മളുടെ ശക്തിക്കപ്പുറമായ പരിശോധനകളായിരിക്കാം. ഈ തീക്കനൽ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ ഈ ചോദ്യം കേൾക്കാനാണ്. ദൈവം ചോദിക്കും, കുഞ്ഞേ, നീ എന്നെ സ്നേഹിക്കുന്നു? നമ്മുടെ ജീവിതത്തിൻ്റെ പരിശോധനയുടെ ഘട്ടത്തിൽ നമുക്കത് പറയാൻ സാധിച്ചില്ലെങ്കിൽ നാം ഒരു വിശ്വാസിയല്ല. ഒന്ന് പറഞ്ഞാൽ പോരാ, 2ഉം 3ഉം ആവർത്തി പറയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞല്ലോ കിഡ്നി കൊടുത്ത സംഭവം. ഞാനത് വൈദികനായ ശേഷം ഉണ്ടായ ഒരു അനുഭവം. പക്ഷെ എനിക്ക് എവിടെയാ എൻ്റെ ദൈവത്തോട് സ്നേഹം തോന്നിയെന്ന് ചോദിച്ചാൽ, ഞാനും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ വളർന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കയ്പനുഭവമുണ്ട്. ഒരു മെത്രാപ്പോലീത്ത എന്നോട് പറഞ്ഞു, ഇനി മേലാൽ താൻ അത് ഒരിടത്തും പ്രസംഗിക്കരുത്. ഞാനപ്പോൾ തിരുമേനോട് ചോദിച്ചു, തിരുമേനി, ഞാൻ കണ്ടിട്ടില്ലാത്ത സാധു സിംഗിനെ കുറിച്ച് പറയുന്നതാണോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ദൈവത്തെക്കുറിച്ച് പറയുന്നതാണോ, ഏത് എളുപ്പം? അതുകൊണ്ട് ഞാൻ ആ തിരുമേനിയെ വീണ്ടും അനുസരണക്കേട് ലംഘിച്ചുകൊണ്ട് പറയാൻ പോവുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ പിതാവ് കാലൊടിഞ്ഞിരിക്കുക. തീരെ വീട്ടിൽ നിവൃത്തിയില്ലാത്തൊരു സന്ദർഭത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ പോയി വല്യപ്പച്ചൻ്റെ അടുക്ക് പോയി ഒരു 100 രൂപ, അന്ന് 100 രൂപയ്ക്ക് വളരെ പ്രധാനമുള്ള ഒരു കാലം, എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അപ്പൻ സ്വന്തം വല്യപ്പച്ചൻ്റെ അടുക്ക് ചെന്നിട്ട് ഒരു 100 രൂപ അരി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ 7ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓടി എൻ്റെ അപ്പച്ചൻ്റെ അടുക്ക് ചെന്നിട്ട് 100 രൂപ ചോദിച്ചു. ഞാൻ നാട്ടിൽ പാത്രികീസുകാരോട് കേസ് പറഞ്ഞ ഒരു അച്ഛനാ. പക്ഷെ പാത്രികീസുകാർ പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വന്തം വല്യപ്പച്ചൻ, എൻ്റെ രക്തത്തിൻ്റെ രക്തമായ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, വിരലിട്ട് ഛർദ്ദിച്ചിട്ട് അത് തിരിച്ചു കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതത്തിലേറ്റ ആദ്യത്തെ വലിയ പ്രഹരമാണ്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആരെങ്കിലും ഒരാൾ ഭക്ഷണം തരുമ്പോൾ എനിക്ക് ഭയമാണ്. എവിടെയെങ്കിലും അത് കൂടിപ്പോകുമോ, അവർ മനസ്സിൽ ചിന്തിക്കുമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ്. എൻ്റെ സ്വന്തം അപ്പച്ചൻ പറഞ്ഞ വാചകമാണ്. ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടി. ഉടനെ എൻ്റെ വല്യമ്മച്ചി പുറകെ ഓടി വന്നു. അമ്മച്ചിയുടെ കയ്യിലോ മറ്റേ അപ്പച്ചൻ കൊടുത്തൊരു 100 രൂപ എൻ്റെ കയ്യിൽ. ഞാൻ സ്വല്പം അഹങ്കാരി ആയതുകൊണ്ടായിരിക്കാം, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി ഒന്ന് ഛർദ്ദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് വന്ന്, എനിക്ക് അന്നും അച്ഛനാകണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ നമസ്കാരമേശയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നൂലെ കെട്ടിത്തരുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കൊതുക് പോലെ ഇരിക്കുന്ന അച്ഛൻ പറയും, അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കരുത്,
ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു നിലനിൽപ്പിൽ ഒരു സ്ഥായിയായ ഭാവത്തിലെത്തി ഇനി ഒന്നും വേണ്ടെന്ന് വിചാരിക്കരുത്. പരിശോധന എപ്പോൾ വേണമെങ്കിലും വരാം. ദൈവത്തോട് പരാതിപ്പെടരുത്, മറിച്ച് എന്ത് ചെയ്യണം? ആ സന്ദർഭത്തിൽ ആദ്യം പറയേണ്ട ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അവനവനെ തന്നെ കൊന്നിട്ട് മരിപ്പിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം പറയേണ്ട ദൈവത്തോടുള്ള റെസ്പോൺസാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ അഹംബോധത്തെയും അവസാനിപ്പിച്ചിട്ട്. അതുകൊണ്ടാണല്ലോ പത്രോസിന്റെ ജീവിതം അവസാനിക്കുന്നത്, സഭാചരിത്രം പറയുന്നത്, നേരെ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ മരിപ്പാൻ എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പാദപീഠങ്ങളെ ചുംബിച്ച്, അതുകൊണ്ടാണ് സെയിന്റ് പീറ്റർ ക്രോസ് എന്ന് പറഞ്ഞാൽ തലകീഴായിട്ടുള്ള കുരിശ, പാദപീഠങ്ങളെ ചുംബിച്ച് ദൈവത്തെ സ്നേഹിച്ച് തന്നെ തന്നെ കൊന്ന ഒരു ശിഷ്യന്റെ അനുഭവമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് പറയും. ദാവീദ് മഹാരാജാവായി മുന്നോട്ട് പോകുമ്പം, സൈന്യസമേതനായി മുന്നോട്ട് പോകുമ്പം, ഗേരയുടെ മകനായ ശിമെയി വന്നിട്ട് രാജാവിനെ പ്രാകുന്നുണ്ട്. നമ്മളാണെങ്കിൽ നമ്മൾ അധികാരമുള്ളവനോ ഒരു സ്ഥാനം വഹിക്കുന്നവനോ, എന്തിനേറെ അച്ഛനായ ഞങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിപരീതമായിട്ട് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രമിക്കുന്ന അവനെ എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തിക്കെട്ടാനാ. പക്ഷെ രാജാവിനെ അവഹേളിക്കുന്നത് കണ്ടിട്ട്, ശിമയെ അവഹേളിക്കുന്നത് കണ്ടിട്ട് പടനായകൻ ഇവനെ കൊല്ലാൻ ഒരുങ്ങുമ്പം ദാവീദ് പറയുന്ന ഒരു മറുപടിയുണ്ട്. മറുപടി മറ്റൊന്നുമല്ല, എന്നെ നിന്ദിക്കാൻ ദൈവം അവനെ അനുവദിച്ചതാണ് എങ്കിൽ അവനെ തടുക്കാൻ നിനക്കെന്ത് അധികാരം? നമ്മുടെ അഹംബോധത്തെ കൊല്ലാനുള്ള പ്രഹരങ്ങൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. വീണ്ടും അതിനെതിരെ നമ്മൾ ശക്തിയോടുകൂടി പെരുമാറുകയല്ല, അവിടെ വിധേയപ്പെട്ടിട്ട് ദൈവത്തോട് പറയാൻ സാധിക്കണം, ഇല്ല, ഞാൻ എന്നെ മരിപ്പിക്കും. എൻ്റെ ദൈവത്തോടുകൂടെ നിശ്ചലമായ ജലത്തിനരികെ ചെന്ന് എൻ്റെ ജീവിതത്തെ കണ്ടെത്തി തിരുത്തേണ്ടെന്ന ആദികാദ്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വാർത്ഥതയെ, എൻ്റെ അഹംബോധത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യും. ഒന്ന്, നീ മരിക്കണം. രണ്ട്, നീ മറക്കണം. ജീവിതത്തിൽ മറവി ദൈവം തന്ന അനുഗ്രഹമാണെന്ന് പറയും, അല്ലേ? എനിക്ക് 33 വയസ്സായുള്ളൂ, പക്ഷെ പലരുടെയും പേര് ഞാൻ മറന്നുപോയി. അതൊരു പ്രതിസന്ധിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവിതത്തിൽ മറവി പലപ്പോഴും നമുക്ക് നല്ലതാണ്. വേദപുസ്തകത്തിൽ സ്വപ്നങ്ങളിൽ ജീവിച്ച, ദൈവം കൊടുത്ത സ്വപ്നങ്ങളിൽ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റാരുമല്ല, ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫ്, എൻ്റെ മാമോദിസ പേര് ജോസഫ്, അതുകൊണ്ട് എനിക്ക് എല്ലാ പ്രസംഗത്തിലും ഒരു തവണയെങ്കിലും ഞാൻ ജോസഫിനെ മെൻഷൻ ചെയ്യും. വേദപുസ്തകത്തിലെ എല്ലാ ജോസഫന്മാരും നീതിമാന്മാരായിരുന്നു. പഴയ നിയമത്തിലെ ജോസഫിനെ നമ്മൾ പരിചയപ്പെടുന്നത് സഹോദരന്മാർക്കിടയിൽ വേറിട്ട് നിന്ന ഒരു ജന്മം. എന്നാൽ അവൻ കണ്ട ഒരു സ്വപ്നം, ദൈവം അവന് കൊടുത്ത സ്വപ്നം എന്തായിരുന്നു? കുവൈറ്റിൽ കൊണ്ടുപോകാനായിരുന്നോ? അല്ല. ദൈവം അവനോട് കൊടുത്ത സ്വപ്നം, നീ ഒരു രാജാവാകുകയും നിന്റെ അപ്പനും സഹോദരങ്ങളും നിന്റെ മുൻപാകെ കുമ്പിട്ട് നിൽക്കുകയും ചെയ്യും. ജോസഫ് ദൈവം കൊടുത്ത സ്വപ്നത്തിൽ പിന്നീട് മുൻപോട്ട് പോകാൻ പോയി. പക്ഷേ നിങ്ങൾ ജോസഫിന്റെ ജീവിതം പരിശോധിച്ചാട്ടെ, ഒരു രാജകുമാരൻ കടന്നു പോകേണ്ടുന്ന വഴികളിലൂടെ ഒന്നുമല്ല ജോസഫ് പിന്നെ കടന്നുപോയത്. ഏറ്റവും വലിയൊരു ദുഃഖമാണ് ആദ്യത്തെ ജീവിതത്തിലെ പ്രഹരം. സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ഒരു പൊട്ടക്കിണറ്റിലേക്ക് ജോസഫിനെ വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളയലാണ് ജീവിതത്തിന്റെ ആദ്യത്തെ പ്രഹരം. പക്ഷെ ജോസഫ് ഒരിക്കലും ദൈവത്തോട് പരാതിപ്പെട്ടില്ല. രാജാവ് പൊട്ടക്കിണറ്റിലൂടെയാണ് കടക്കുന്നതെന്ന് ചിലപ്പോൾ ജോസഫ് ചിന്തിച്ചു കാണും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിക്കാത്തവനായിരുന്നു ആര്? ജോസഫ്. ഇതൊന്നാമത്തെ കൈപ്പനുഭവം. എന്നാൽ വീണ്ടും കൈപിടിച്ച മൂത്ത സഹോദരൻ പൊട്ടക്കിണറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? അടിമക്കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്തു. പക്ഷെ കഴുതയുടെ പുറത്ത് അടിമക്കച്ചവടക്കാർ പിടിച്ചോണ്ട് പോകുമ്പോഴും ജോസഫ് ദൈവത്തോട് വെറുപിറുക്കുകയോ സഹോദരങ്ങളോട് വെറുപിറുക്കുകയോ ചെയ്തതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അത് കഴിഞ്ഞ് ചെന്ന ദേശത്ത്, ചെന്ന നാട്ടിൽ അവൻ ആരായി തീർന്നു? ഷെയ്ഖിന്റെ പ്രധാനപ്പെട്ട ആളായി, അല്ലേ? അങ്ങനെ പ്രധാനപ്പെട്ട ആളായി എല്ലാം വിശ്വസിച്ചേൽപ്പിച്ചിടത്ത്, ഭവനാധികാരി ആയിരിക്കുന്നിടത്ത് ഒരു സ്ത്രീ വന്നിട്ട് ആ ഭവനത്തിൽ ആരുമില്ലാത്ത സമയത്ത് കോമളരൂപിയായ ജോസഫിനെ സമീപിച്ചിട്ട് പറഞ്ഞു, പാപം ചെയ്യാൻ പറ്റിയ സമയമാണ്, ഇവിടെ ആരുമില്ല, ഞാനും നീയും അല്ലാതെ മറ്റൊരാളിത് അറിയത്തില്ല. നമ്മളാണ് എന്തോ ചെയ്തേനെ? നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്നതിന് പ്രധാന കാരണം ദൈവത്തോടുള്ള ഭയമല്ല, മനുഷ്യരോടുള്ള പേടിയാണ്, അല്ലേ? മനുഷ്യർ കാണുമോ, മനുഷ്യരറിയുമോ എന്നുള്ളതാ നമ്മുടെ പാപം ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം. ജോസഫ് വ്യത്യസ്തനാണ്. ജോസഫ് അവിടെ ചെയ്തെന്താ? തൻ്റെ മേലങ്കി വലിച്ചൂരിക്കളഞ്ഞിട്ട് യഹോവ കാണുമെന്ന ബോധ്യത്തിൽ ഇറങ്ങിയോടിയെന്നാണ് പറയും. മരിച്ചവരുടെ ഓർമ്മയ്ക്ക്
ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛനെ ആ സദറ ചൊല്ലാൻ നിങ്ങൾ സമ്മതിക്കണം. കുർബാനയുടെ ദൈർഘ്യം കൂടിപ്പോവും, എന്നാലും അത് ചൊല്ലണം. അതിനകത്ത് ആദാം തൊട്ടുള്ള പിതാക്കന്മാരെ സദറായിൽ ഓർക്കുന്നുണ്ട്, മരിച്ചവരുടെ ഓർമ്മയിലെ വിശുദ്ധ കുർബാനയിൽ. അവിടെ ജോസഫിനെ കുറിച്ച് പറയുന്നിടത്ത് മനോഹരമായൊരു സെന്റൻസ് പറയുന്നുണ്ട്. തൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുകയും വിശുദ്ധി അപഹരിക്കാൻ ഒരു സ്ത്രീ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ജോസഫിനെ കുറിച്ച് പറയുന്നത്. തൻ്റെ വിശുദ്ധിയെ അപഹരിക്കാൻ ഒരു സ്ത്രീ ശ്രമിക്കുന്നിടത്ത് വിശുദ്ധിക്ക് വേണ്ടി മേലങ്കി ഉരിഞ്ഞു കളഞ്ഞ് ഓടിയവനായിരുന്നു ആര്? ജോസഫ്. പക്ഷെ ഓടിക്കളഞ്ഞ് ജോസഫ് എവിടെയാ ചെന്ന് പറ്റിയത്? സത്യസന്ധതയ്ക്ക് അവന് കിട്ടിയ റിവാർഡ് എന്താ? കാരാഗ്രഹമാണ്. പക്ഷെ കാരാഗ്രഹത്തിൽ കിടന്നും ജോസഫ് പരാതിപ്പെട്ടില്ല. ജോസഫ് അവിടെ നടത്തുന്ന ഒരു സംഭാഷണത്തിൽ ജീവിതം മാറുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവസാനം ജോസഫ് എവിടെ എത്തി? ജോസഫ് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളിലെത്തി. നിങ്ങളോട് എനിക്കൊരു, ഇന്ന് എൻ്റെ പ്രസംഗം ഒന്നും കേട്ടില്ലെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചോണം. ദൈവമാതാവിൻ്റെ പെരുന്നാളിലായിരിക്കുമ്പം ദൈവമാതാവിനെ കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാവുന്നുള്ള ശ്രമം നമ്മൾ നടത്തരുത്. മറിച്ച് ആദ്യം ദൈവമാതാവിൻ്റെ മധ്യസ്ഥത പ്രകടമാകുന്ന ഒരു സ്ഥലം കാനാവിലെ കല്യാണമാണ്, അല്ലേ? അവൾ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ ചെയ്യുവീൻ. പിന്നീട് വായിക്കുന്നത് വെള്ളം വീഞ്ഞായി. അത് കണ്ട് ശിഷ്യന്മാരും ജനങ്ങളും വിശ്വസിച്ചു. ഈ അത്ഭുതം കണ്ട് വിശ്വസിക്കുന്നതിനൊരു കുഴപ്പമുണ്ട്, എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. എന്നാൽ വിശ്വസിച്ചിട്ട് അത്ഭുതം കാണാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ഭക്തൻ്റെ ഗുണം അതാ. അത്ഭുതം കണ്ട് വിശ്വസിക്കാൻ ഏത് കുരങ്ങനെയും കൊണ്ടും പറ്റും. എന്നാൽ വിശ്വസിച്ചിട്ട് അത്ഭുതം കാണുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അതാണ് ജോസഫ്. ജീവിതത്തിൽ താളടികളിൽ, കഠിനമായ പ്രതിസന്ധികളിൽ ജോസഫ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിച്ചില്ല എന്നുള്ളതാണ് അവൻ്റെ ഗുണം. ദൈവം കണക്കിട്ട ഗുണം. അധികാരത്തിൽ, സ്ഥാനത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളെ കൈവശമാക്കി ജോസഫ് ഇരിക്കുമ്പം സഹോദരങ്ങൾ വരുന്നുണ്ട്, അല്ലേ? സഹോദരങ്ങൾ വന്ന് ഇവൻ സഹോദരൻ എന്നറിയാതെ ഇരക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ജോസഫിനെ ഞാനിവിടെ പരിചയപ്പെടുത്തി എന്തിനാന്ന് ചോദിച്ചാൽ, രണ്ടാമത് ഞാൻ പറഞ്ഞു, നീ മറക്കണം, ജോസഫിന് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഒന്നാമത്തെ മകൻ ജനിച്ചപ്പം ജോസഫ് അവനിട്ട പേരെന്താണെന്നറിയാവോ? മനശ്ശെ. നിങ്ങൾക്ക് ആൺപിള്ളേരൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇടാൻ പറ്റിയ പേരാ. ഞാൻ പണ്ട് കങ്ങടയിൽ ഒരു പള്ളി, ഒരു സബോടക്കിന് പോയി. ഒരു വല്യച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു നോബിൻ. എടുത്ത വായിൽ അച്ഛൻ പറഞ്ഞു, പട്ടിക്കിടുന്ന പേരൊക്കെ ഈ പച്ചന്മാർക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നോബിൻ എന്ന പേരിൻ്റെ അർത്ഥം എനിക്കിതുവരെ 33 വർഷം കൊണ്ട് ഞാൻ അന്വേഷിക്കുക, പിടുത്തം കിട്ടിയിട്ടില്ല. ഈ കോങ്ങണ്ണുള്ളവർക്ക് വിശാലാക്ഷി എന്ന് പേരിടുന്ന പോലെയാണ് നമ്മുടെ പലരുടെയും പേര്, അല്ലേ? പേരൊക്കെ ഭയങ്കര, പക്ഷെ അർത്ഥവും ഇല്ല, ജീവിതമായിട്ടൊരു പൊരുത്തവും. പക്ഷെ ജോസഫ് കുഞ്ഞിനൊരു, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പം നല്ല പറയാൻ പറ്റിയൊരു പേരാണ് മനശ്ശെ. ആ പേരിൻ്റെ അർത്ഥം നീ മറക്കണം. ഓർത്തു നോക്കിക്കേ, ജീവിതത്തിൽ സ്വന്തക്കാരും ബന്ധക്കാരുമെല്ലാം ജീവിതത്തിൽ തള്ളിക്കളഞ്ഞ ജോസഫ് ആദ്യജാതനോട് പറഞ്ഞു, നമ്മളാണ് എന്താ പറഞ്ഞേനെ, നീ ഈ അച്ചായനെ ആദ്യം സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞേനെ. പക്ഷെ ജോസഫ് പറഞ്ഞു, നീ മറക്കണം. എൻ്റെ എല്ലാ കയ്പനുഭവങ്ങളെയും ഞാൻ മറന്നതുപോലെ എൻ്റെ ആദ്യജാതനായി നീ മറക്കണം. അവിടെ കൊണ്ട് ദൈവം നിർത്തിയില്ല, രണ്ടാമതൊരു കുഞ്ഞിനെ കൊടുത്തു. അവൻ്റെ പേര് എഫ്രൈം. ആ പേരിൻ്റെ അർത്ഥം കഷ്ടതയിലും ദൈവം എന്നെ ഉയർത്തി. ഈ 2 മക്കളുടെ പേര് കണ്ടാൽ അറിയാം അപ്പൻ എങ്ങനെയുള്ളവനാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയാം ഓർത്തഡോക്സുകാരായ അപ്പനമ്മമാര് എങ്ങനെയുള്ളവരാണ്. ജോസഫിൻ്റെ മക്കളുടെ പേരിൽ തന്നെ തൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കൈപ്പനു, പക്ഷേ എൻ്റെ വാഗ്ദാനങ്ങൾ, എനിക്ക് തന്ന വാഗ്ദാനങ്ങളെ പാലിച്ച ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താം. അതുകൊണ്ട് നീ മറക്കണം. നമ്മളെക്കുറിച്ച് പറയുന്നത് വിൻഡിക്റ്റീവ് ട്രഷർ എന്നൊരു വാക്ക് പറയാറുണ്ട്. ഭയങ്കരമായ പ്രതികാര ബുദ്ധിയിൽ ജീവിക്കുന്നവരാ. നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി ക്ഷമിക്കാനാണ്. നമ്മളെല്ലാം നോമ്പ് ആരംഭിക്കുമ്പോഴും ശുഭക്കോനോ ചൊല്ലാറുണ്ട്, അല്ലേ? ഞാൻ അവസാനം ഒരു ഇടവകയിലായിട്ടിരുന്നത് മൂന്നാർ പള്ളിയിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാനവിടെ ആദ്യമായിട്ട് താമസിക്കുന്ന ഒരു അച്ഛനായി. ആശാഴ്ച എല്ലാ യാമങ്ങളൊക്കെ നമസ്കാരം തുടങ്ങിയപ്പോൾ ആളുകൾക്കൊക്കെ വലിയ സന്തോഷം. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ജനം വരാൻ തുടങ്ങി. അവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്, വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ചെറിയ അഹങ്കാരം, ഞാൻ വന്നതിന് ശേഷമാണ് ഇത്ര ആൾക്കാരൊക്കെ പള്ളി, സ്വാഭാവികമല്ലേ, വരുമല്ലോ, ഈ കുപ്പായി ഇട്ടാലേ വരും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നത് കണ്ട് ഞാൻ ത്രില്ലായി. അപ്പം ഞാൻ എൻ്റെ വിശ്വാസികളോട് പറഞ്ഞു, എൻ്റെ പൊന്നു വിശ്വാസികളെ,
ദുഃഖവെള്ളിയാഴ്ച ജനം തെരുങ്കി പുറത്ത് പന്തലിട്ടു, വലിയ ആള്. അപ്പോൾ ആ പള്ളിയിൽ എന്തൊക്കെയോ പണ്ട് ദുരനുഭവങ്ങളൊക്കെ പരസ്പരം ഉണ്ടായിട്ടുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. എന്നാൽ അതിനെ ഒന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, ഉയർപ്പ് വരികയല്ലേ, നമുക്കൊരു വലിയ ശുശ്രൂഷയുണ്ട്, നിരപ്പിൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആൺ പെൺ ഭേദമന്യേ നിങ്ങൾ കയ്യസ്തൂരി കൊടുക്കണം. ഏറ്റവും അവസാനം പറയാം, കയ്യസ്തൂരി കൊടുത്താൽ മാത്രം പോരാ, കയ്യസ്തൂരി കൊടുക്കാൻ വളരെ എളുപ്പം, ഒന്ന് ചൊറിഞ്ഞിട്ട് പോകാൻ. നിങ്ങൾ എന്ത് ചെയ്യണം, മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുറവ് ആളുകൾ കൂടി ഒരു ഈസ്റ്റർ ഞാൻ വേറെ നടത്തിയിട്ടില്ല. പള്ളിക്കാർ പകുതി മുക്കാലും വന്നില്ല. കാരണം നമ്മുടെ സഹജമായൊരു സ്വഭാവമാണ് ക്ഷമിക്കാൻ കഴിയാതെ പോകും, മറക്കാൻ കഴിയാതെ പോകും. ഇപ്പോഴും അതുകൊണ്ടല്ലേ ഭാര്യാഭർത്താവ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ച ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായതുകൊണ്ടാണ് എൻ്റെ അമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കിയ അപ്പനെ കല്യാണം കഴിച്ച ആദ്യ ദിവസം തൊട്ടുള്ള ചരിത്രം ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. മറക്കാൻ കഴിയത്തില്ല. സ്ത്രീകൾക്ക് ഭയങ്കര ഓർമ്മശക്തിയല്ലേ. അതുകൊണ്ട് പഴയ കാലങ്ങളെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ദാരുണ അന്ത്യം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ചിലതിനോട് പുറത്തു കൊടുക്കാൻ, ക്ഷമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ദേവാലയ ബന്ധത്തിൽ നമുക്കത് സാധിക്കണം. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് മഹാഭാരതം. മഹാഭാരതത്തിൽ ഒരമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഗാന്ധാരി. നമ്മളിൽ ചില അമ്മമാരുണ്ട് കാന്താരിമാരായ അമ്മമാർ, അല്ലേ? നല്ല എരിവ, അത് നിങ്ങൾക്കേ നല്ലപോലെ അറിയത്തുള്ളൂ. ഗാന്ധാരിയെ വിവാഹം ആലോചിച്ചു. മഹാഭാരതമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻ്റ് ഒന്നും പറയരുത്. ഗാന്ധാരി വിവാഹം ആലോചിച്ചത് അവളുടെ രാജ്യത്തെക്കാൾ വലിപ്പമുള്ള ഒരു രാജ്യത്തിലെ രാജാവിനെ കൊണ്ടാണ്. അപ്പം അന്ന് സ്ത്രീധനമൊക്കെ ഇങ്ങോട്ട് കൊടുത്തായതുകൊണ്ട് അവൾ വളരെ സന്തുഷ്ടയായിരുന്നു. അവൾ ഈ ഭർത്താവിൻ്റെ രാജ്യത്തിലോട്ടുള്ള യാത്രയൊക്കെ എല്ലാ കാഴ്ചയും കണ്ട് തോഴിമാരോടൊപ്പം സന്തോഷിച്ച് പോവുക. തോഴി എല്ലാ ദിവസവും പോയി രാജ്യത്തിലെ ഓരോ കാര്യങ്ങളും വിവരങ്ങളൊക്കെ വന്ന് ഗാന്ധാരിയോട് പറയും. ഗാന്ധാരി ഇതൊക്കെ കേട്ട് ഇങ്ങനെ പുളകതിയായിരിക്കുക, പക്ഷേ ഇതുവരെ ചെറുക്കനെ കണ്ടിട്ടില്ല. പക്ഷെ അവസാനത്തെ ദിവസം തോഴി വന്നിട്ട് ഗാന്ധാരിയോട് ഒരു കാര്യം പറഞ്ഞു, പൊന്നു കൊച്ചമ്മ, ഒരു ചെറിയ അബദ്ധം പറ്റി, ചെറുക്കന് കണ്ണ് കാണാൻ മേല. ഗാന്ധാരി ഒന്ന് നടുങ്ങി. പക്ഷെ സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് ഗാന്ധാരി പറഞ്ഞു, കല്യാണം നടക്കട്ടെ. പക്ഷെ അവൾ ഒരു വിധത്തിൽ നല്ലൊരു സ്ത്രീ ആയിരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും എനിക്കും കാണണ്ട. അതുകൊണ്ട് ഒരു ചുവപ്പ് പട്ടുകൊണ്ട് അവൾ തൻ്റെ കണ്ണ് മൂടിക്കിട്ടിയെന്നാണ്. പക്ഷെ ഗാന്ധാരി ഒരു വരം ചോദിച്ചിരുന്നു, എനിക്ക് ഒന്നും രണ്ടും പോരാ, 100 മക്കൾ വേണം. ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ കിടന്ന് തകതത്ത് ചെയ്യുക. അപ്പോഴാണ് ഗാന്ധാരിക്ക് എത്ര കുഞ്ഞുങ്ങളാ? 100. അതിലൊന്നാമത്തവൻ്റെ പേരാ ദുര്യോധനൻ, ആയുധം ദുർവ്യയം ചെയ്തവൻ. മറ്റൊരു പേരും കൂടെയുണ്ട്, സുയോധനൻ. മഹാഭാരത യുദ്ധം ആരംഭിച്ചു. തൻ്റെ മക്കളുടെ ഭാഗത്താണ് അധർമ്മമെന്നൊക്കെ ഈ അമ്മയ്ക്കറിയാം. പക്ഷേ കണ്ണ് കെട്ടിപ്പോയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പല തെറ്റും കാണാൻ ആർക്ക് കഴിഞ്ഞില്ല? ഗാന്ധാരിക്ക് കഴിഞ്ഞില്ല. അത് ആ നന്മതിന്മകളുടെ ഒരു സമ്മിശ്രം അവളിലുണ്ട്. സ്നേഹം കൊണ്ട് കണ്ണ് മൂടപ്പെട്ട ഒരുപാട് അമ്മമാർ നമ്മുടെ ഇടയിലുണ്ട്. തിരുത്തേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യണം? തിരുത്തണം. ഗാന്ധാരിയുടെ അടുക്ക് എല്ലാ ദിവസവും അമ്മയോട് വളരെ പ്രീതിയുള്ള 1ാമത്തെ മകൻ ദുര്യോധനൻ വരും. അവൻ തൻ്റെ രാജ്യത്തിലെ നല്ല രാജാവാ. ദുര്യോധനൻ വന്നിട്ട് അമ്മയോട് പറയും, അമ്മേ, യുദ്ധത്തിന് പോവുക, എന്നെ അനുഗ്രഹിക്കണം. നമ്മളാണ് എന്തോ ഇതേനെ, സത്യമുണ്ടോ നീതിയുണ്ടോ നോക്കല്ലേ, എൻ്റെ മോൻ ജയിച്ചിട്ട് വരണം, എന്നെ ചെയ്തിട്ടാണേലും വേണ്ടുകയില്ല, എൻ്റെ മകൻ. നമ്മുടെ ഭൂരിപക്ഷം അമ്മമാരും അങ്ങനെയാണ്. പക്ഷെ ഗാന്ധാരി അവിടെ ഉത്തമയായ ഒരു അമ്മയാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവൾ മകൻ്റെ തലയ്ക്ക് വെച്ചിട്ട് പറയും, യഥോ ധർമ്മ സ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകട്ടെ. അവൾ അവസാനം കണ്ണു തുറക്കുന്നത് മക്കളുടെ 100 മക്കളുടെ ശവശരീരം കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ ശപിക്കാൻ ഒറ്റ അമ്മയെ അധികാരം കൊടുത്തുള്ളൂ ഗാന്ധാരിക്ക്. എന്താ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ കണ്ണ് ഈ പ്രതികാര ബുദ്ധി കൊണ്ട് മൂടപ്പെട്ടതാ. അതുകൊണ്ട് കാണേണ്ട പലതിനെയും കാണേണ്ട പോലെ കാണാനോ തിരിച്ചറിയുവാനോ നമുക്ക് കഴിയാത്ത, വളരെ പ്രജുഡിസ് ആകും നമ്മൾ പല കാര്യങ്ങളിലും. അതിൻ്റെ ആത്യന്തികമായ ദുഷ്ഫലം അനുഭവിക്കുന്ന നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിതത്തിൽ ചിലതിനോട് പുറത്തു കൊടുക്കാൻ, ക്ഷമിച്ചു കൊടുക്കാൻ, മറക്കാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ടാണല്ലോ എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ്റെ കഥ. വായിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂളുകാർ ഉണ്ടല്ലോ അല്ലേ? ടീച്ചറാരാ? എന്നെ ഒന്ന് കാണിച്ചിട്ടേ പോവുള്ളൂ. മുടിയൻ പുത്രൻ്റെ കഥ വളരെ രസകരമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാലോ അല്ലേ? വലിയവർക്കറിയാം, അരച്ചു കലക്കി കുടിച്ച കുറ്റിയവർക്കറിയാലോ. മുടിയൻ പുത്രൻ്റെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പന് 2 ആൺമക്കള്, അവിടെ ഒരു അമ്മയില്ല. 2 ആൺമക്കളിൽ ഇളയവൻ സ്വല്പം വിശകായിരുന്നു. അവൻ പറഞ്ഞു, അപ്പം 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിച്ച് എനിക്ക് ജർമ്മനി പോകണം. ഓക്കെ, അപ്പം ലോൺ എടുത്ത് വിട്ടു.
പോയി അടിച്ചു പൊളിച്ച് ജീപ്പേ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത് അവസാനം കെൻഡക്കി ചിക്കൻ നിന്ന് ചീർത്തിട്ട് അവൻ എവിടെ എത്തി? അവസാനം പന്നിക്കൂട്ടിലെത്തി. പന്നിക്കൂട്ടിൽ കിടന്ന അവന് ഒരു സുബോധം ഉണ്ടായെന്ന് പറഞ്ഞു. ഇതിന്റെ പേരാണ് അനുതാപം. താൻ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണമെന്ന ബോധ്യം ആദ്യം ഒരു മനുഷ്യനുണ്ടാകണം. അവൻ എഴുന്നേറ്റു, അപ്പന്റെ ഭവനത്തിലേക്ക് ചെന്നു. അവനെ നോക്കി പാർത്തിരുന്നത് പോലെ അപ്പൻ ഓടി വന്നു എന്നാ പറയുന്നത്. അവൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് അപ്പൻ ഓടി വന്നു. ഇതാണ് ദൈവത്തിന്റെ കരുണ. നമ്മൾ ഒരു പടി വെക്കുമ്പം 7 പടി വെക്കുന്ന ദൈവത്തിന്റെ കരുണ. അങ്ങനെ ഓടി വന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ച് മോതിരമണിയിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, വലിയൊരു വിരുന്നൊരുക്കി എന്നാ പറയുന്നത് അല്ലേ. ഇത് സൺഡേ സ്കൂളിൽ ഒരു സാറ് പഠിപ്പിച്ചു. സാറ് പഠിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തു. ഇപ്പൊ സൺഡേ സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, മുടിയമ്പുത്രന്റെ കഥയൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ഇനി വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങളുടെ ഭാവനയിലൊന്ന് എഴുതിക്കൊണ്ട് വരണമെന്നു. എന്ത് ചെയ്യണം? അതായത് മുടിയമ്പുത്രം പോയി എല്ലാം നശിപ്പിച്ചു, പന്നിക്കൂട്ടി കിടന്നു, പന്നിക്കൂട്ടി എഴുന്നിട്ട് വീടിന്റെ വാതിക്ക വന്ന് നിന്നു, നിൽക്കട്ടെ, ബാക്കി നിങ്ങൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പിള്ളേർ വീട്ടിൽ പോയി 10 കുഞ്ഞുങ്ങളും 10 ക്ലൈമാക്സ് എഴുതിക്കൊണ്ട് വന്നു. വായിച്ച സാറ് ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു. സാറിനെ ആശുപത്രി കൊണ്ടുപോയി. വികാരിയച്ഛൻ സാറിനെ കാണാൻ ആശുപത്രി ചെന്നു. ICU കിടക്കുന്ന സാറിനോട് ചോദിച്ചു, എന്നാ പറ്റി സാറേ? സാർ ഈ പേപ്പർ എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ഛന്മാർക്ക് ഹൃദയം ഇല്ലാത്തതുകൊണ്ട് കല്ലുപോലെ നിന്ന് അച്ഛൻ വായിച്ചു. 1ാമത്തെ മകൻ എഴുതി. മുടിയമ്പുത്രം തിരിച്ച് വീടിന്റെ വാതിക്ക് വന്നു. ദൂരേന്ന് കണ്ട അപ്പൻ ഓടിച്ചെന്നൊരു കവളമടലെടുത്ത് ഒരു പെടലിക്ക് നോക്കി ഒരു കീച്ചു കൊടുത്തു. 2ാമത്തെ മകൻ എഴുതി. ദൂരേന്ന് കണ്ട അപ്പൻ തന്റെ ഭൃത്യനോട് പറഞ്ഞു, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നാൽ പോരെ, അവനെ അൽസേഷന്റെ കൂട്ടി ഒരു 10 ദിവസം കൂടെ പിടിച്ചാൽ. 3ാമത്തെ മകൻ എഴുതി. ഓടി വന്ന വഴിക്ക് അപ്പൻ ബെൽറ്റ് എടുത്ത് അവന്റെ കഴുത്തെ ചുറ്റി. ഇത് കണ്ടിട്ടാണ് സാറ് താഴെ വീണത്. അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഈ 10 കുഞ്ഞുങ്ങൾ എഴുതിയത് അവരുടെ സ്വന്തം അപ്പന്മാരുടെ സ്വഭാവമാണ്. പിടുത്തം കിട്ടിയോ? ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരു അസൈൻമെന്റ് കൊടുക്കാതിരിക്കാൻ മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിച്ചോ. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പുറത്തു കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് പഠിപ്പിച്ച ഏറ്റവും നല്ല ഉപമ പറയുന്നു. മകന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു കാരണമാണ്, പക്ഷെ എഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരുന്ന ഒരപ്പൻ, അതിനുവേണ്ടി ഒരു മോതിരം കാത്തുവെച്ചൊരപ്പൻ, അതിനുവേണ്ടി പ്രത്യേകമായി വേർതിരിച്ചൊരു കാളക്കുട്ടിയെ വളർത്തിയ ഒരപ്പൻ സ്വർഗത്തിലുണ്ട് എന്ന ബോധ്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. അങ്ങനെ ഒരു പൊറുക്കുന്ന ഒരു അപ്പം നമുക്കുള്ളത് കൊണ്ട് ഈ ലോക ജീവിതത്തിൽ പലതിനോടും പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? കയ്യുസ്തൂരി കൊടുക്കുന്നത് ആത്മാർത്ഥമായി ഇവിടെ നിന്ന് ആരംഭിക്കണം, ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കണം. ഏതെങ്കിലും വിധത്തിലൊക്കെ തർക്കങ്ങളുണ്ടാകാതിരിക്കത്തില്ല, പക്ഷെ തർക്കങ്ങൾക്ക് പരിഹാരവും ഇവിടെ തന്നെ ചെയ്തിട്ട് പുറത്തു പോകാൻ നമുക്കിടയാകണം. 2, നിശ്ചലമായ ജലത്തിൻ്റെ അരികെ ചെന്ന് എന്നെ കണ്ടെത്തിയിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നീ മറക്കണം കയ്പനുഭവങ്ങളെ, ദുഷ്ടനുഭവങ്ങളെ, ശക്തിക്കപ്പുറമായ പരിശോധനകളെ മറക്കണം. 3ാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 1, ഞാൻ പറഞ്ഞു നീ മരിക്കണം. 2, നീ മറക്കണം. 3, നീ മറയ്ക്കണം. 3ാമത്തേതാണ് നീ മറയ്ക്കണം. നമ്മൾ പലപ്പോഴും മനുഷ്യരെ കൂടുതൽ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ ദുരനുഭവങ്ങളിലാണ്. നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ചിലപ്പം ചങ്കത്തൊരു വേദനയായിട്ട് വീട്ടിൽ ചെല്ലുന്ന ഭർത്താവ് ഭാര്യയോട് പറയടി, രാവിലെ തൊട്ട് തുടങ്ങിയ ചെറിയൊരു ചങ്കിന് വേദന. ഭാര്യ എടുത്തതായി നമ്മളോട് പറയുക, തനിക്ക് പണ്ടേ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം വന്നാൽ പേടിയാ. പല ഭാര്യമാരും അങ്ങനെ പറയും അല്ലേ. ചെറിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ദുഃഖം ഒരാളോട് പങ്കുവെക്കുമ്പം അതേ ഇന്റൻസിറ്റിയിൽ ചിലപ്പോൾ അവർ ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. ബോബി ജോസഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ച് ഞാൻ അച്ഛൻ്റെ ഒരു പുതിയ പുസ്തകം മേടിച്ചു. അച്ഛൻ്റെ ബാല്യകാലത്തിലെ നൊസ്റ്റാൾജികളെല്ലാം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അച്ഛൻ ഒരാളെ പരിചയപ്പെടുത്ത അച്ഛൻ്റെ അമ്മായിയെ, അപ്പൻ്റെ പെങ്ങളെ. ഇവര് വളരെ കൃത്യമായി കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഈ അമ്മായി ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഏറ്റൊരു സ്ത്രീയാണ്. 2 വിവാഹം കഴിച്ചു, 2 ഭർത്താക്കന്മാർ മരിച്ചു, ഒരു കുഞ്ഞുണ്ടായിരുന്നു, അവരും മരിച്ചു. ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഇവരുടെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പം നേരെ തിരുഹൃദയത്തിന് നേരെ അമ്മായി തിരിഞ്ഞിരിക്കും. ബോബിയച്ചൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് അമ്മായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? പക്ഷെ വർഷത്തിൽ ഒരു ദിവസം അമ്മായി പള്ളിയിൽ പോകും, ദുഃഖവെള്ളിയാഴ്ച. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് ഈ കുരിശിൽ മരിച്ചു കിടക്കുന്ന രൂപമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ള പതപ്പിച്ച് കിടക്കുന്ന ആ
കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ അരികെ പോയി അമ്മായി കുറേ നേരം നിൽക്കും. എന്നിട്ട് അച്ഛൻ തന്നെ ഇരുന്ന് കൊടുക്കുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ്: എന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിലും അതേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. ആരാ? ക്രിസ്തുവ. പക്ഷേ ദൈവ മനുഷ്യരാകാൻ നമുക്കൊരവസരം ദൈവം തരും. ഞാനൊരു വൈദികനായതിൽ വളരെയധികം പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ചില ആളുകൾ വളരെ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ നമ്മളോട് ഒന്ന് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം അതുകൊണ്ട് എനിക്ക് ഈ ഇടവകയിൽ ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങളുടെ വികാരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ 4 ദിവസം ചിലപ്പോൾ എൻ്റെ കൺവെൻഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരാം, ഇഷ്ടമായില്ലെന്ന് വരാം, അല്ലേ? എൻ്റെ ശൈലികളോട് എതിർപ്പ് തോന്നാം, പല അനുഭവങ്ങളുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാനതുകൊണ്ട് ഇവിടെ പറഞ്ഞിരുന്നു, എനിക്കൊരു ഡയറി തരണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സഹിതം ആ ഡയറിയിൽ ഒന്ന് എഴുതി വെക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. എനിക്ക് അദൃശ്യ ശക്തിയൊന്നും ഉള്ള ഒരു അച്ഛനല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം. രാത്രി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാനും നിങ്ങൾക്ക് കൂട്ടുപോരാം. ഒറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡയറി ഇവിടെ വെക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിങ്ങളുടെ പേര് തരാം. നമ്മളെക്കുറിച്ച് ദൈവമനുഷ്യരാകാൻ തരുന്ന വലിയൊരു അവസരമാണ്. മറയ്ക്കാൻ കഴിയണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം നമുക്കൊരുപാട് സ്വപ്നങ്ങൾ കാണും, അല്ലേ? അതുകൊണ്ടാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും ശരി, അറേഞ്ച്ഡ് മാരേജായാലും ശരി, നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും അതേപടി നിറവേറ്റപ്പെടണമെന്ന് ഇല്ല. അതുകൊണ്ട് എനിക്ക് വളരെ വളരെയധികം അഭിപ്രായ വ്യത്യാസം തോന്നിയിട്ടൊരു കാര്യമുണ്ട്. കുടുംബജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ചിലർ പറയും. അട്ടർ ഫൂളിഷ്നെസ്സാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇങ്ങനെ പ്രാഗിക്കുത്തിയുള്ളൊരു ജീവിതം, അല്ലേ? കുടുംബജീവിതം, ക്രിസ്ത്യൻ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസാണ്, ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ്. അതാണ് ആദ്യം വേണ്ടുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കതില്ല, അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പരിഭവങ്ങൾ ഒരിക്കലും തീരാത്തത്. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിന് നമ്മൾ ആഗ്രഹിച്ച 90% ക്വാളിറ്റികളും ചിലപ്പം കാണണമെന്നില്ല. നമ്മൾ പക്ഷെ എന്ത് ചെയ്യും? അതിനെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ മറിച്ചൊരു പോളിസി എടുക്കണം. ദൈവം എനിക്ക് തന്നവർക്ക്, ദൈവം എന്നെ ഏൽപ്പിച്ചവർക്ക് ഞാൻ എന്തുമാത്രം സന്തോഷം കൊടുത്തു? ഇതൊരു ചോദ്യമാണ്. എൻ്റെ പള്ളിയിൽ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനൊരു ഉത്തമനായ മനുഷ്യനാണോ? ഞാൻ എൻ്റെ ജനങ്ങളുടെ മുൻപാകെ എത്രമാത്രം നീതിയോടുകൂടി ജീവിച്ചു? ദൈവത്തെ കബളിപ്പിക്കാത്ത ഒരു പുരോഹിതനായി നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, നമ്മുടെ നിലകളിൽ നമുക്ക് ഈ വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നുണ്ടോ? അവരുടെ ബലഹീനതകളെ ഉയർത്തിക്കാണിക്കാതെ ആ ബലഹീനതകളെ നമ്മൾക്കൊന്ന് മറച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയണം എന്നുള്ളത് ഒരു ദൈവഭാവമായിട്ട് കാണണം. പലപ്പോഴും ഇന്ന് സോഷ്യൽ മീഡിയകൾ വരുമ്പം ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാ. മുഖത്ത് നോക്കിപ്പോലും പറയണ്ട, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ എന്താ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ തലയെ കെറ്റി വെച്ചുകൊണ്ടിരുന്ന പല താരങ്ങളുടെയും ഡിമാൻഡ് താഴെ പോയി. മീ ടു എന്ന് ഒറ്റ വാചകം പറഞ്ഞാൽ മതി, മോഹൻലാൽ ഉൾപ്പെടെ താഴെയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടം വൈറലാകാൻ, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാണിച്ച്. അതുകൊണ്ടാണ് എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് ഈ ടിക്ടോക്ക് ഉള്ളപ്പം ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്ക തോന്നിയ ഒരു കാര്യം, ഓടുന്ന വണ്ടിയുടെ മുമ്പിലോട്ട് ചാടി നിന്നിട്ട് അവർ പാട്ട് പാടും, നില്ല നില്ല എൻ്റെ നീല കുയിലെന്ന്. എത്ര യുക്തിക്ക് വിരോധമായൊരു കാര്യമാണ്. അങ്ങനെയൊരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. ആ തലമുറയുടെ ഇടയിൽ നമുക്ക് യുക്തമായ ചിന്തകൾ ഉണ്ടാകണ്ടേ? ബലഹീനതകളെ മറയ്ക്കാൻ നമുക്ക് കഴിയണ്ടേ? മറ്റുള്ളവരുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈറലാകാൻ എന്തും ചെയ്യുന്നൊരു കാലത്ത് നമ്മൾ ഓർത്തോണം, നമ്മളെ ഉയർത്തി പറയുന്നവരൊക്കെ ഒരു ചെറിയ കാര്യം മതി നേരെ നെഗറ്റീവും പറയാൻ. അതുകൊണ്ട് അധികം ശ്രദ്ധ കിട്ടാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു പേരാണ് കൺവെൻഷൻ പ്രാസംഗികൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവും. ജീവിതത്തിൽ ഇത് പ്രായോഗികതയിൽ എത്തിക്കാൻ പറഞ്ഞു കഴിയുമ്പം കുറെ കഴിയുമ്പോൾ ഓർക്കും ഇത് പറയാൻ വേണ്ടി മാത്രം ജീവിതത്തെ ഇംപ്ലിമെന്റ് ചെയ്യാത്ത. അതുകൊണ്ടാണ് മദർ തെരേസയുടെ പിൻഗാമിയായി വന്ന സിസ്റ്റർ നിർമ്മല മരിച്ചപ്പം മലയാള മനോരമ അവരുടെ മരണ വാർത്തയ്ക്ക് ഒരു കുറിപ്പ് കൊടുത്തു. സിസ്റ്റർ നിർമ്മല, പേരിന് ജീവിതം കൊണ്ടൊരു നിർവചനം. സിസ്റ്റർ നിർമ്മല ആണോ? ഞാനൊരു അവിവാഹിത പട്ടക്കാരനാ. പല പള്ളികളിലും ചെല്ലുമ്പോഴത്തേക്കിന് അവസാനം അവരെ എന്നെ സുഖിപ്പിച്ച് എനിക്കൊന്ന് സന്തോഷിക്കേണ്ടതിന് പറയും, അച്ഛൻ ചിലപ്പോൾ ഒരു തിരുമേനിയാകും. പിന്നെ എൻ്റെ ജീവിതകാലം മരണം വരെ എൻ്റെ ആഗ്രഹം എന്താ? എങ്ങനെയായാലും ആ മേനി ഒന്ന്. എന്നാൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് മരണത്തിന്റെ വക്കോളം ദൈവത്തെ കബളിപ്പിക്കാത്തൊരു പുരോഹിതനായി ജീവിക്കണം. വേണ്ടേ?
നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നമുക്കിങ്ങനെ ഒരു ഭാവം എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനെന്ത് ചെയ്യണം? മനുഷ്യരുടെ പ്രശംസയല്ല, അവരന്റെ ബലഹീനതകളെ ഒന്ന് മറച്ചു പിടിക്കാൻ, അവരെ കൂടി ഒന്ന് കരുതാൻ നമുക്ക് സാധ്യമാകണം. പലപ്പോഴും ഇന്ന് സഭ പോലും ദേവാലയങ്ങൾ പോലും അതിനുതകാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു രസകരമായ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പള്ളി, ആ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വളവാണ്, പള്ളിയുടെ മതിലാണ് അവിടെ ഉള്ളത്. ഒരുപാട് ആക്സിഡന്റുകൾ നടക്കും. അങ്ങനെ പെട്ടെന്ന് കമ്മിറ്റി കൂടി. അച്ഛൻ പറഞ്ഞു, ആക്സിഡന്റുകൾ ഇങ്ങനെ കൂടുകയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണ്ടേ? ഉടനെ ട്രസ്റ്റ് പറഞ്ഞു, അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ആംബുലൻസ് മേടിക്കാം. ആരെങ്കിലും ചത്ത നമുക്ക് പള്ളിയിലോട്ടെടുത്ത് കുഴിച്ചിടാം, അല്ലാത്തവനെ ആശുപത്രി കൊണ്ട് കിട്ടുന്ന പൈസ ചാരിറ്റിക്ക് മുടക്കാം. അച്ഛന് ഓർത്തു, ട്രസ്റ്റിയുടെ ഐഡിയ കൊള്ളാം, കാരണം ശമ്പളവിഹിതം അടയ്ക്കണ്ടേ. ആളുകളെല്ലാം കൈയടിച്ചു. കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു അമ്മച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതിലും നല്ലതല്ലേ നമുക്ക് ആ മതിലൊന്ന് പൊളിച്ച് ആ വളവൊന്ന് നിവർത്തി കൊടുക്കാം. കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്, പിന്നെ ആ തള്ളെ പള്ളി കയറ്റിയിട്ടില്ലെന്നാ. നമ്മൾ പലപ്പോഴും എന്തിലാണ് ആശ്രയിക്കുന്നത് ചോദിച്ചാൽ അവരന്റെ വീഴ്ചകളെ ഉയർത്തി കാണിക്കാനാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പച്ചയായ പുൽപ്പുറത്തകിടികളിൽ കൊണ്ടുവന്നിട്ട്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ കൊണ്ടുവന്നിട്ട് പറയുന്നത്, നമ്മളെ അഭ്യസിപ്പിക്കുന്നത്, നീ ചിലതിനെ മറക്കണം. ബന്ധങ്ങളിൽ, വീഴ്ചകളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഒന്ന് മറയ്ക്കാൻ, താങ്ങാൻ. പ്രത്യേകിച്ച് ഒരു വിദേശ ജീവിതം നയിക്കുന്നവർക്ക് പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാകാം. നമ്മുടെ ഈ ദേവാലയത്തിലെ അപ്പത്തിൻ്റെ അംശികളാകുന്നു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകളെ കരുതുന്നിടത്ത് നമ്മുടെ സമൂഹം, അതുകൊണ്ടാണ് സാത്താന്റെ ഏറ്റവും വലിയ പ്രയോഗം ചിതറിപ്പിക്കുക എന്നുള്ളത്. ഡയാബോളോസ് എന്ന ഗ്രീക്ക് പറയും. അതിന് പരിഹാരം, ചിതറിക്കുന്നതിന് പരിഹാരമായിട്ടാണ് കർത്താവ് ഒരപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഈ ഒറ്റ അപ്പത്തിൽ നിന്ന് വേണം നിങ്ങൾ ഭക്ഷിക്കാൻ. ഒരുമിപ്പിക്കുന്ന ദൈവം, ആ ഒരുമിപ്പിക്കലിന് എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് താങ്ങി നിർത്തുവാൻ. അത് എന്തുമായിക്കോട്ടെ. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പുറകോട്ടായിരിക്കാം, മറ്റുള്ള കാര്യങ്ങളിൽ ഒരു പിന്നോക്കമായിരിക്കാം. പക്ഷെ അവരെ ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയല്ല. ദൈവം അവനെക്കുറിച്ച് ഒരു ഉദ്ദേശിച്ച ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിച്ച് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ചെന്ന് ഈ ധ്യാനപീഠത്തിങ്കിലിരുന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് 3 കാര്യം ചെയ്യണം. 1, എൻ്റെ അഹംബോധത്തെ ഞാൻ കൊല്ലണം, ഞാൻ എന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യണം. 2, നീ മറക്കണം. ജീവിതത്തിൽ ഒരുപാട് കയ്പനുഭവങ്ങളുണ്ട്. കയ്പനുഭവങ്ങളിൽ നിന്ന് ദൈവം ഇന്നയോളം നടത്തിയെന്ന് പറഞ്ഞ് അത് പാട്ടിനകത്ത് മാത്രം പറഞ്ഞാൽ പോരാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയണം, ഞാൻ മറക്കും, എൻ്റെ മകന് മനസ്സി എന്ന് പേരിടും. 3, ഞാൻ പറഞ്ഞു, നീ മറക്കണം. നിന്റെ കൂടെയുള്ളവരുടെ ബലഹീനതകളെ ഉയർത്തിക്കാണിക്കാനല്ല, പരാതിപ്പെടാനല്ല, അതിനെയൊന്ന് മറച്ച് ദൈവസന്നിധിയിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ഇടയാകണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിടത്ത് ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിന്റെ വണ്ടി ചീറിപ്പാഞ്ഞെത്തി. നാട്ടുകാർ അയ്യം വിളിക്കുന്ന പോലെ ഫയർഫോഴ്സിന്റെ വണ്ടി തീ പിടിച്ച കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ചു കയറി. ഒരു പ്രാകാരത്തിൽ അതിനകത്ത് വർക്കേഴ്സൊക്കെ ഇറങ്ങി വന്നിട്ട് തീയൊക്കെ കെടുത്തി. നാട്ടുകാർ പറഞ്ഞു, എന്നാലും ആ ഡ്രൈവറുടെ ധീരത അപാരമാണ്. തീ പിടിച്ച കെട്ടിടത്തിനകത്തോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അതുകൊണ്ട് അയാളെ ഒന്ന് ആദരിക്കണം. അങ്ങനെ ആ നാട്ടിലുള്ള പൗരാവലിക്കാർ തീരുമാനിച്ചു, നമുക്ക് ആ ഡ്രൈവറെ ഒന്ന് ആദരിക്കാം. അങ്ങനെ ആ ഡ്രൈവറെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് 1,00,000 രൂപ സമ്മാനം ഈ ഡ്രൈവറുടെ കയ്യിലോട്ട് വികാരി അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കുക. അച്ഛൻ ഈ 1,00,000 രൂപ ചെറുപ്പക്കാരൻ്റെ കൈ കൊടുത്തിട്ട് ചോദിച്ചു, ഡ്രൈവറോട് ചോദിച്ചു, എടാ മോനെ, ഈ 1,00,000 രൂപ കൊണ്ട് നീ എന്നാ ചെയ്യാൻ പോവാ? ഡ്രൈവർ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, ഞാൻ ആ വണ്ടിക്ക് ആദ്യം ഒരു ബ്രേക്ക് മേടിച്ച് വെക്കാൻ പോവാം. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കേട്ട ഒരു പ്രസംഗം സേവറി സിനിമേനയുടേത്. മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ 33-ാം ഓർമ്മയാണ്. അവിടെ തിരുമേനി ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, മാത്യൂസ് റമ്പാച്ചൻ അച്ഛനായിരിക്കുമ്പം കാതോലിക്ക ബാബയ്ക്ക് ഒരു കത്തെഴുതി. കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവേ, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്, 1 വർഷം പൂർണ്ണ മൗനം പാലിക്കണം. ആരോടും സംസാരിക്കുന്നില്ല, വിശുദ്ധ കുർബാന ചൊല്ലും, കുർബാന മധ്യയുള്ള പ്രസംഗം മാത്രം, കുമ്പസാരിപ്പിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ബാവാട മറുപടി വന്നു, വന്ദിനായ പുരോഹിത, ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒന്ന് ഓർക്കണം, സാത്താൻ നമ്മളെ ഒരുപാട് ഉയർത്തും, അതുപോലെ നമ്മളെ ചിലപ്പോൾ താഴോട്ട് ഇടും.
അതുകൊണ്ട് ആത്മീയ വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓർത്തോണം, ഇന്ന് ഈ പ്രസംഗം കേട്ടിട്ട് പോകുമ്പം ആദ്യ സാത്താൻ്റെ നമ്മുടെ അടുക്ക് വന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ, കേട്ടതിനെ പാലിക്കാതിരിക്കാൻ ശ്രമിപ്പിക്കും. അവിടെ നമുക്കൊരു വാക്കെങ്കിലും, ഞാൻ പറഞ്ഞത് എല്ലാം ഒന്നും കേട്ടില്ലെങ്കിൽ ഒരു വാക്കെങ്കിലും ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അടിസ്ഥാനം ഉറപ്പിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കും.